പോരാ, ചുവടുകൾ വ്യക്തമാകണം, മുദ്രകളും ശരിക്ക് ചെയ്യൂ. ഇങ്ങനെയാണോ മാസ്റ്റർ? അല്ല കുട്ടി, എത്ര തവണ പറയണം? ആ കൈ ഇങ്ങനെ പിടിക്കരുത്, ശരിക്ക് പിടിക്കൂ. കണ്ണെവിടെയാണ്? ഈ കൈയിലേക്ക് നോക്കൂ. യഥോ ഹസ്ത തഥോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തഥോ മന. ഓർമ്മയില്ലേ? പിന്നെന്താണ്? ശരിക്ക് ചെയ്യടോ. നിർത്ത്, സ്റ്റൂപ്പിഡ്. ബാലഗോപാലിന് ശിക്ഷ താളം തെറ്റിക്കുന്നു. ഇനിയും ഞാൻ ശ്രദ്ധിക്കാം മാസ്റ്റർ, ഞാൻ ശ്രദ്ധിക്കാം. എന്നാൽ ശ്രദ്ധിക്കടോ. ഞാൻ എന്റെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്നു മാസ്റ്റർ. അരുത്, നീ കുഴയരുത് കുട്ടി. ഇല്ല മാസ്റ്റർ, ഇല്ല. ഇനി ഞാൻ തളരില്ല, കുഴയില്ല. റാണി, നിനക്കറിയാമോ, ഒരിക്കലും ഒരാളെ ഞാൻ 2 തവണ പരീക്ഷിച്ചിട്ടില്ല. എനിക്കറിയാം. പണ്ട്, വളരെ പണ്ട്, നിന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ ശാന്തിനികേതനത്തിൽ വെച്ച് ഒരു ദത്തുപുത്രനെ വളർത്താൻ ശ്രമിച്ചു. ഞാൻ ഇത് വല്ലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. നീ എന്റെ അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? വിശ്വേട്ടൻ ചെയ്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ അച്ഛനോടൊരു വെല്ലുവിളി എന്ന നിലയിൽ ഞാൻ അവനെ വളർത്താൻ ശ്രമിച്ചത്. അവൻ വെറുമൊരു തെണ്ടിപ്പയ്യനായിരുന്നു. അവൻ എന്റെ കീഴിൽ വളർന്നു. അന്ന് ഞാൻ വെറുമൊരു വിദ്യാർത്ഥിയായിരുന്നല്ലോ. പണത്തിന് നന്നേ ഞെരുക്കമുണ്ടായിരുന്നു. അവന്റെ കിടപ്പുമുറി അലങ്കരിക്കാൻ വർണ്ണചിത്രങ്ങളും ഛായാപടങ്ങളും ഞാൻ വില കൊടുത്ത് വാങ്ങിയത് വളരെ കഷ്ടപ്പെട്ടാണ്. ഉത്തമമായ സാഹിത്യ സൃഷ്ടികൾ വില കൊടുത്ത് വാങ്ങി ഞാൻ അവനെ പഠിപ്പിച്ചു. കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം അവൻ എന്തു ചെയ്തെന്നറിയാമോ? പറയൂ മാസ്റ്റർ, പറയൂ. വർണ്ണചിത്രങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം കടലാസ് വിലയ്ക്ക് തൂക്കിവിറ്റ് അവനൊരു ഫുട്ബോൾ വാങ്ങി. അപ്പോൾ ഞാൻ എന്തേ പറഞ്ഞത്? ഞാൻ ആർക്കും ഒരവസരത്തിൽ കൂടുതൽ കൊടുക്കാറില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്നാദ്യമായി ആ മുറ ഞാൻ തെറ്റിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി മാത്രം. അതും മനസ്സിലാകുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തീർന്നോ? ഇല്ല, ഇത് തീരുന്നില്ല. പുഷ്പ എപ്പോൾ വന്നു? രാവിലെ. പുഷ്പേ, ഇതൊന്നും അത്ര ശരിയല്ല. ഏത്? ഈ വരവും പോക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിത് പലതവണയായി സൂചിപ്പിക്കുന്നു. ഒരു തവണയെങ്കിലും എനിക്കത് മനസ്സിലായിട്ടില്ല. നീ അത്രയ്ക്ക് വിഡ്ഢിയാണെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞുകൂടെ? മനസ്സിലുള്ളത് തുറന്നു പറയാൻ പ്രയാസമുണ്ട്. ബാലേട്ടൻ ആരാണെന്ന് നിനക്കറിയാമോ? വിശ്വേട്ടനേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. അയാൾ നിന്നെ പ്രേമിക്കുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. വിശ്വേട്ടാ, ബാലേട്ടൻ എന്നെ പ്രേമിച്ചിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഞാനാണ് ആദ്യമായി നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിലെനിക്ക് നന്ദിയുണ്ട്. ആ നന്ദിയാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഇപ്പോൾ നീ നിത്യവും ഇവിടെ വരുന്നു, പോകുന്നു, എന്നെ കാണാനല്ല. ഞാൻ എന്തിനു വരുന്നതെന്ന് വിശ്വേട്ടനറിയാമല്ലോ. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, പുറത്ത് മനുഷ്യരുണ്ട്, എന്നെ മാനിക്കുന്നവർ. എന്റെ മാന്യത കറുത്തു പോകുന്നു.
ഞാൻ നൃത്തം അഭ്യസിക്കുന്നതുകൊണ്ടാണോ? നീ ഇപ്പോൾ തന്നെ പ്രശസ്തയായൊരു നർത്തകിയാണല്ലോ. അതുകൊണ്ടാണല്ലോ വിശ്വേട്ടന്റെ വെളുത്ത മാന്യത എന്നെ വിവാഹം ചെയ്യാൻ ഉറച്ചത്. നീ തെറ്റിദ്ധരിക്കുകയാണ് പുഷ്പേ. നിനക്കിനിയും നൃത്തം പഠിച്ചേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ട്യൂഷൻ മാസ്റ്റർ ഏർപ്പാട് ചെയ്യാം. അവിടെയും ഞാൻ ചതിക്കില്ലെന്ന് വിശ്വേട്ടൻ എങ്ങനെ ഉറപ്പിക്കും? എനിക്ക് നിന്നെ വിശ്വാസമാണ് പുഷ്പേ. ഓഹോ, അപ്പോൾ വിശ്വാസമില്ലാത്തത് സ്വന്തം നേട്ടനെയാണല്ലേ? അതെ, അത് തന്നെ. ആ മനുഷ്യന്റെ സദാചാരം അതാണ്. വിശ്വേട്ടന് ആ മനുഷ്യനെ പറ്റി എന്തറിയാം? സദാചാരത്തിനും ദുരാചാരത്തിനും അതീതനാണ് അദ്ദേഹം. ദൈവമായിരിക്കും. ആയിരിക്കണമെന്നല്ല, ആണ്. ഇതിൽ കവിഞ്ഞ ദൈവങ്ങളെല്ലാം വെറും സങ്കല്പ സൃഷ്ടികളാണ്. പരിചയമായതിനു ശേഷം വല്ലപ്പോഴും നിങ്ങൾ തമ്മിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, വല്ല ചീത്ത ബന്ധവും? ഓ, അങ്ങനെ അങ്ങനെ വല്ലതും ബന്ധമാണോ അന്വേഷിക്കുന്നത്? ഒരിക്കൽ ഞാൻ ബാലേട്ടന്റെ കിടപ്പറയിൽ പോയിട്ടുണ്ട്. എന്താ ഞാൻ കേട്ടത്? ഒരിക്കൽ മാത്രം. അപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ട്. അന്ന് കിട്ടിയ അടിയുടെ തിണർപ്പ് ഇന്നും എന്റെ മനസ്സിലുണ്ട്. എന്ത്? ബാലേട്ടൻ നിന്നെ അടിച്ചോ? എന്തിന്? പറഞ്ഞാൽ വിശ്വേട്ടന് മനസ്സിലാവും. എനിക്കറിയണം. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധികയും ശിഷ്യയുമായിരുന്നു. എന്റെ വളർച്ച അദ്ദേഹം ഉള്ളഴിഞ്ഞ് സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ ഞാനതിന് പ്രേമമെന്ന് വ്യാഖ്യാനിച്ചു. വർണ്ണപ്പകറ്റുള്ള ഒരു പ്രേമരംഗത്തിന്റെ സത്യവുമായാണ് ഞാൻ ആ മുറിയിലേക്ക് കയറി ചെന്നത്. എന്നിട്ട് ഞാൻ പല സുന്ദരമായ വിട്ടിക്കുകളും പറഞ്ഞിരിക്കുന്നു. മുറിയുടെ നടുവിൽ കൈകൾ നെഞ്ചിൽ കെട്ടി നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാം മൂളിക്കേട്ടു. ആ നിൽപ്പ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? പറയൂ. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ നേരടുത്ത് വന്നു. കെട്ടിപ്പിടിക്കാനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഏറ്റവും അടുത്ത് വന്നപ്പോൾ ഞാൻ ആ നെഞ്ചിലേക്ക് ചായ ആഞ്ഞു ഇരു കവിളത്ത് അദ്ദേഹം പൊതിരി അടിച്ചു. കണ്ണു തുറന്നപ്പോൾ ഞാൻ കിടപ്പറയിലായിരുന്നു. അത് വെറും ഒരു സ്വപ്നമായിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. എനിക്ക് നിർബന്ധമില്ല. നിനക്ക് ഇന്നും ബാലേട്ടനോട് പ്രേമമുണ്ടോ? ദൈവത്തെ ആരെങ്കിലും പ്രേമിക്കാറുണ്ടോ വിശ്വട്ട? പിന്നെ അന്ന്? അത് മധുരമുള്ള വെറുമൊരു കിനാവായിരുന്നു. അത് കഴിഞ്ഞു. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. പുഷ്പേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിശ്വേട്ടനല്ലെങ്കിലും മനസ്സിലാക്കണമെന്നില്ലല്ലോ. സംശയിക്കുകയല്ലേ സ്വഭാവം. ഞാൻ വഞ്ചിക്കുമെന്നും. എന്റെ മനപ്രയാസം കൊണ്ടാണ് പുഷ്പേ, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്. സ്നേഹത്തിന് ഏറെ നിറം ചേർക്കുന്നത് നന്നല്ല. ഇല്ല, ഇനി നിന്നെ ഞാൻ സംശയിക്കില്ല. പോരെ? ഉറപ്പാണോ? അതെ, ഉറപ്പ്. പുഷ്പേ, മിസ്റ്റർ സ്റ്റീഫൻ വരുന്നുണ്ട്. റിഹേഴ്സലിന് സമയമായി. പുഷ്പ തയ്യാറാണോ? അതെ. ശരിക്കും ശ്രദ്ധിച്ചു ചെയ്യണം. മനസ്സിലായോ? ഇന്നിനിപ്പോൾ റിഹേഴ്സലൊന്നും വേണ്ട. ഡോക്ടർ നൃത്തം ചെയ്യുന്നില്ലല്ലോ. പുഷ്പ ക്ഷീണിച്ചിരിക്കുകയാണ്. ഓഹോ, ക്ഷീണമുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഇത്രയും നേരം. ക്ഷമിക്കണം, ഞാൻ കുറച്ച് ലേറ്റായി. സാരമില്ല, ഇരിക്കൂ. ഒരു കാര്യം ഓർക്കണം, ഇന്ന് ഫൈനൽ റിഹേഴ്സലാണ്. ഇനിയും നീ പിഴച്ചാൽ നാളെ പരിപാടി നടത്താൻ ഞാൻ അനുവദിക്കില്ല. പോയി തയ്യാറായി വരൂ. ചീഫ് മിനിസ്റ്റർ കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. എല്ലാം ഹൈ ലെവലുള്ള ഓഡിയൻസാണ്. മിസ് പുഷ്പറാണിയുടെ ഐറ്റംസ് ആണ് പ്രധാന പ്രോഗ്രാം. ഒന്നും നല്ലവണ്ണം ശ്രദ്ധിച്ചേക്കണേ. ശരി. മിസ്റ്റർ സ്റ്റീഫൻ, ഇന്നലെ ഞാൻ എഴുതി തന്ന പാട്ട് താൻ പഠിച്ചല്ലോ? ഗുഡ്. ജതികൾ വരുമ്പോൾ എനിക്ക് വിട്ടു തന്നാൽ മതി. നിങ്ങൾ ജതി പറയുമ്പോൾ വേണ്ടത്ര ഒഴുക്ക് കിട്ടുന്നില്ല.
ജതി കഴിഞ്ഞാൽ സമത്തിൽ നിന്ന് തുടങ്ങണം. ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. പിന്നെ മറ്റുള്ള ഐറ്റൊക്കെ എന്താണ്? എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം ക്ലാസിക്കൽ ഐറ്റാണോ? എന്തേ, പോരെ? അയ്യോ, അത് പറ്റില്ല. ഓഡിയൻസിനെ കിട്ടാൻ പ്രയാസമാകുന്നില്ലേ? 1-2 ലൈറ്റ് ഡാൻസ് എങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ പരിപാടി നടത്തണ്ട അല്ലേ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? പള്ളിയിലെ അച്ഛൻ പരിപാടികളുടെ മുഴുവൻ ചുമതലകൾ എനിക്കാണ് വിട്ടു തന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നത് എന്തും അവർക്ക് സമ്മതവുമാണ്. പക്ഷേ ഈ ശാസ്ത്രീയ നൃത്തവും മറ്റൊന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ലേ? ഓഹോ, ആട്ടെ, ശാസ്ത്രീയ നൃത്തം നിങ്ങൾക്ക് മനസ്സിലാകൂ? എനിക്ക് മനസ്സിലാകും. എന്തു മനസ്സിലാകും? ഞാനൊരു കലാകാരനായതുകൊണ്ട്. പിന്നെ അത് എന്നാ വാചകം അടിക്കണ്ട. പാടാനല്ലേ വന്നത്? ഇരുന്ന് പാടിയിട്ട് പോകണം. പുഷ്പേ, പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടല്ലോ. അവസാനത്തെ ആ ജതി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനിയും നീ പിഴച്ചാൽ തുടങ്ങിക്കോളൂ. പ്രഭു സത്രാജിത്തു പ്രിയസുത പ്രൗഢാംഗന സത്യഭാമാ ഗുഡ്. പുഷ്പ തകർത്തിരിക്കുന്നു. പുഷ്പ അത്ര നന്നായി ഡാൻസ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗംഭീരായി അല്ലേ വിശ്വേട്ടാ? എല്ലാം നന്നായി നന്നായി. ബാലേട്ടാ, പുഷ്പേ, ഈ പരിപാടി നന്നായില്ല. നീ ചെയ്തതെല്ലാം തെറ്റാണ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പുഷ്പേ, എല്ലാം കഴിഞ്ഞു. അപ്പൊ നാളത്തെ പരിപാടി നോ, ക്യാൻസൽ ഇറ്റ്. അയ്യോ, അങ്ങനെ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ നോക്കുമോ? മിസ് പുഷ്പറാണിയുടെ പേര് അനൗൺസ് ചെയ്തതാണ്. പരിപാടി നടത്താതെ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. റാണി നാളെ പരിപാടിക്ക് വരില്ല. മനസ്സിലായോ? ഇത് നല്ല കാര്യം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ചീഫ് മിനിസ്റ്റർ വരെ വരുന്ന പരിപാടിയാണ്. ക്യാൻസൽ ചെയ്യാനൊന്നും നോക്കില്ല. അവർ കേസ് കൊടുക്കും. ഓഹോ, എങ്കിൽ അവരോട് കേസ് കൊടുക്കാൻ പറഞ്ഞേക്കൂ. നിങ്ങൾ ഇത്ര മര്യാദ കെട്ട മനുഷ്യനാണോ? നിങ്ങളെ എന്നെ ശരിക്കറിയില്ല. മര്യാദ കെട്ട ഞാനും പെശകാണ്, പറഞ്ഞേക്കാം. ഈ വക പണിക്കുള്ള മരുമരുന്ന് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ ഈ നാട്ടിലെ ആൾക്കാർ മുഴുവനുണ്ട്. നിങ്ങളെ ഞാൻ വിചാരിച്ചാൽ ഇന്ന് കോടതിയിൽ കയറ്റാൻ കഴിയും. അറിയാമോ? സ്റ്റീഫൻ, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഇറങ്ങൂടോ പുറത്ത്. ഗെറ്റ് ഔട്ട്. പുഷ്പ പോയില്ലേ? മാസ്റ്റർ പോകാൻ പറഞ്ഞില്ല. പോയിക്കോളൂ. ഞാൻ നാളെ രാവിലെ വരാം. വരണമെന്നില്ല. മാസ്റ്റർ, മാസ്റ്റർ, എന്നെ കയ്യൊഴിയാണോ? മാസ്റ്റർ, എന്നെ കയ്യൊഴിയാണോ? നാളെ രാവിലെ വരും. രാവിലെ. ശാലിനി, ബാലട്ടൻ എവിടെ? സ്റ്റീഫനപ്പോ ഒന്നും പറയണ്ട. ചൂടൊന്ന് ആറട്ടെ. വലിയ കുഴപ്പമായല്ലോ. ഇങ്ങനൊരു കടിച്ചാൽ പൊട്ടാത്ത മനുഷ്യൻ. ശാലിനി ഒന്ന് പറഞ്ഞു നോക്കണേ. അയ്യോ, എനിക്കൊന്നും വയ്യ. എന്റെ പൊന്നെ, നീയും കൂടി അങ്ങ് പിണങ്ങിയേക്കല്ലേ. ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഇന്നലെ രാത്രി പ്രതീക്ഷിക്കാതെ ഒരു പ്രോഗ്രാം കിട്ടി. ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ തിരിച്ചെത്തിയത്. എനിക്ക് എപ്പോഴും കാണണമെന്നുണ്ട്. ആരാധകരെ കാണുന്നത് കലാകാരനും ഒരു സുഖമാണ്. ഞാൻ ആരാധിക്കുന്നുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അത് കണ്ടാൽ അറിഞ്ഞുകൂടെ? എപ്പോഴും പ്രിയ നിൽക്കുന്ന മുഖത്ത് എന്നെ കാണുമ്പോൾ മഴവില്ലാണ്. ഇങ്ങനെയായാൽ
എൻ്റെ ഇഞ്ചക്ഷൻ തീരുമ്പോൾ എന്ത് ചെയ്യുമെന്നാ